ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇപ്പോൾ കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് പൽക്കാലവും വീണ്ടും ദൈവമക്കളുമായി ആയിരിക്കാൻ ദൈവ സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വചനം ധ്യാനിച്ച് പഠിച്ച ഭാഗം പറഞ്ഞാൽ സദൃശവാക്യം വചനമാണ്. ഓരോ ദിവസവും ദൈവം നൽകുന്ന ദൈവീയ ആലോചനകൾ അതിൻ്റെ പ്രാപ്തിക്കെത്തണം ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവ ഭക്തി സദൃശവാക്യം 1-ാം അധ്യായം അതിൻ്റെ 1-7 വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവ ആചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധിയുണ്ട്. സ്തോത്രം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. സദൃശവാക്യം മൊത്തം ഒരു പ്രബോധനമാണ്. പുസ്തകങ്ങളിൽ മൊത്തം യൗവനക്കാരോടും നമ്മളോടും ഉള്ള ഒരു ദൈവീയ ആലോചന. കർത്താവിൻ്റെ വചനം നമ്മളെ ഹൃദയത്തിൽ എഴുതിയാൽ, നമ്മളെ കണ്ണിൽ ലേപനമായി എഴുതിയാൽ, ദൈവം ആ വചനം നമ്മളെ ഏത് വിധപ്രകാരമൊക്കെ നടത്തുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നാമത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത് വെറും പാട്ട് പ്രാർത്ഥന എന്ന് മാത്രമല്ല, ദൈവത്തോട് ഉള്ള തികഞ്ഞ ഭയവും അവൻ്റെ വചനത്തെ പ്രമാണിക്കുകയും അവയെ ആചരിച്ച് നടക്കുകയും നാം ചെയ്താൽ, ഒന്നാമത് ദൈവം നമുക്ക് നൽകുന്നത് അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അറിവില്ലാത്തവർക്കും അറിവ് കുറഞ്ഞവർക്കും ദൈവം ജ്ഞാനം നൽകുവാൻ ഇടയായിത്തീരും. ദൈവത്തോട് ശലോമോൻ ചോദിക്കുന്നുണ്ട്. അവന് രാജ്യത്തിനെ ഭരിക്കുവാൻ ദൈവം ചോദിക്കുമ്പോൾ അവൻ മറ്റ് പ്രതാപമോ പണമോ ഒന്നുമല്ല ചോദിച്ചത് ദൈവത്തോട്. അവൻ ചോദിച്ചത് ഒന്ന് മാത്രമാണ്, കർത്താവേ, ഈ ജനത്തെ നയിപ്പാൻ ആവശ്യമാകുന്ന ജ്ഞാനം എനിക്ക് നൽകണമേ. അപ്പോൾ അത് ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ ഭയം, ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് സകലത്തെയും നിയന്ത്രിക്കുവാൻ പക്വതയോടും പരിജ്ഞാനത്തോടും വിവേകത്തോടും നടത്തുവാൻ കഴിയുന്ന ഒന്നാണ്. യഹോഭക്തി ഉള്ള ഒരു മനുഷ്യന് ഒന്നാമത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് യഹോഭക്തി ജ്ഞാനം. ഒന്നാമത് ദൈവഭക്തി ഉള്ള ഒരു മനുഷ്യന് ദൈവം ആദ്യം നൽകുന്നത് ജ്ഞാനമാണ്, ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. സ്തോത്രം. രണ്ടാമത് ദൈവത്തിൻ്റെ സങ്കീർത്തനത്തിലും ഒക്കെ നമുക്ക് കാണാൻ സദൃശവാക്യം 9:10, 15:33, സദൃശവാക്യം 111, സങ്കീർത്തനം 111:11 നമുക്ക് കാണുവാൻ ഈ വചനങ്ങളിൽ കൂടെയൊക്കെ ഞാൻ റെഫറൻസ് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. അത് മൊത്തം വായിക്കുവാൻ സമയം നമുക്ക് തികയില്ല. അതുകൊണ്ട് ഞാൻ റെഫറൻസ് പറഞ്ഞു വിടുകയാണ്. അതിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്, ദൈവത്തെ അനുസരിച്ചാൽ, യഹോവയിൽ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ചാൽ ദൈവം നമുക്ക് ജ്ഞാനം നൽകുവാൻ ഇടയാകും. ആ ജ്ഞാനം നമ്മളെ നല്ലതിലേക്ക് നടത്തുവാൻ, വിവേകത്തോടെ നടത്തുവാൻ ഇടയാകും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നു. സദൃശവാക്യം 8:13 കർത്താവിൻ്റെ വചനം പറയുന്നു, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നു. സ്തോത്രം. ദോഷപ്രവൃത്തിയിൽ നമ്മൾ മറ്റൊരു തിന്മ ചെയ്യാതവണ്ണം, ഒരു പാപം ചെയ്യാതവണ്ണം, ഹല്ലേലൂയ, ദൈവത്തിന് ഹിതമില്ലാത്തത് ചെയ്യാതവണ്ണം നമ്മളെ അതിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ അകറ്റുവാൻ, ആ തിന്മയിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ, ഹല്ലേലൂയ, ദോഷത്തിൽ നിന്ന് നമ്മളെ വെറുക്കുവാൻ ഇടയാക്കുന്നു. ഒരു വെറുപ്പ്, എന്താ പറയുക, അത് ചെയ്യരുത്. നമുക്ക് അറപ്പും തൊടാൻ നമ്മൾ അറയ്ക്കും, അല്ലെ ചെയ്യുവാൻ നമ്മളെ മനസ്സൊന്ന് മടിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദോഷത്തെ നമുക്ക് വെറുക്കുവാൻ കഴിയും. സ്തോത്രം. മൂന്നാമതായി പറഞ്ഞ യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. സദൃശവാക്യം 10:27. സ്തോത്രം. ഒരു തികഞ്ഞ ദൈവഭയമാണ് ദൈവം നമുക്ക് ആയുസ്സിനെ ദീർഘമാക്കുവാൻ ഇടയാക്കുന്നത്. മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ നമുക്ക് ദീർഘായുസ്സിനെ ദീർഘമാക്കി തരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. ദൈവസന്നിധി നാം പ്രാർത്ഥിക്കുകയും കരയുകയും ദൈവസന്നിധി തികഞ്ഞ ഭയഭക്തിയോടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് ദീർഘായുസ് നൽകുവാനിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. അത് സദൃശവാക്യം 14:26 ഇപ്രകാരം പറയുന്നത്, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്.
യഹോവ ഭക്തിയുള്ള ഒരു മനുഷ്യന് ധൈര്യമുണ്ട്. നമ്മൾ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അതിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുവാനുള്ളൊരു ചങ്കൂറ്റം, അതാണ് ദൃഢധൈര്യമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. ഒരു ചങ്കൂറ്റം അല്ലേ? ഇപ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചങ്കൂറ്റം നമുക്ക് എന്തിനേയും ഫേസ് ചെയ്യാൻ, എന്ത് പ്രതികൂലം എന്ത് പ്രതിസന്ധി വന്നാലും അവയെ ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ നേരിടുവാനുള്ള ഒരു ദൃഢധൈര്യം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു നിശ്ചയം ഉണ്ടാകും. സ്തോത്രം. അത് യഹോവ ഭക്തി ഉള്ളതുകൊണ്ടാണ്. ദൈവത്തെ നമ്മൾ അടുത്ത് അറിയുമ്പോൾ, ദൈവത്തോട് കൂടുതൽ നമ്മൾ പഠിച്ചിരുമ്പോൾ നമുക്ക് ബലമില്ലെങ്കിലും നമുക്ക് ധൈര്യമില്ലെങ്കിലും നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നെങ്കിലും അവയെ ഫേസ് ചെയ്യുവാൻ, കുഞ്ഞുങ്ങളുടെ വിഷയമായാലും മറ്റേത് വിഷയമായാലും നമ്മൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ അവയെ ഫേസ് ചെയ്യുവാൻ ദൈവം നമുക്ക് ദൃഢധൈര്യം തരുവാനിടയായി തീരും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അത് യഹോവ ഭക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്ന ദൈവവചനത്തിലാണെങ്കിൽ നമുക്ക് ദൃഢധൈര്യം ഉണ്ടായിരിക്കും. സ്തോത്രം. 5-ാമത്തെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവ ഭക്തി ജീവഹേതുവാകുന്നു. സദൃശവാക്യം 19:23. സ്തോത്രം. ജീവഹേതു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന് ഉള്ളതാകുന്നു. സ്തോത്രം. നമുക്ക് ഇപ്പോൾ ഒരു ആഹാരം അല്ലെങ്കിൽ വെള്ളം എങ്ങനെയാണോ നമുക്ക് എപ്രകാരമാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയുമോ? ഇല്ല. ആഹാരം നമുക്ക് ഒരു നേരം അല്ലെങ്കിൽ 2 നേരമെങ്കിലും കട്ട് ചെയ്യാം. പക്ഷേ വെള്ളം നമുക്ക് എപ്പോഴും വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ അതൊരു ഭാഗമാണ് അത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു നിരന്തരമായ ഒഴിവാക്കാൻ കഴിയാത്തൊരു ഘടകമായി തീരുന്നുവെങ്കിൽ, സ്തോത്രം, ദൈവഭയത്തോടെ നാം ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമുക്കിതിനെ മാറ്റുവാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ ഈ വചനത്തെ എപ്പോഴും നമ്മൾ നെഞ്ചോട് ചേർത്ത് നമ്മൾ പിടിക്കും. കഴിച്ചില്ലേലും കുടിച്ചില്ലേലും മറ്റൊന്നും ചെയ്തില്ലേലും നമ്മൾക്ക് ഇതിനോടൊരു ഇമ്പം തോന്നുവാനിടയായി തീരും. സ്തോത്രം. അപ്പോൾ യഹോവ ഭക്തി ജീവഹേതുവാകുന്നു. ദൈവത്തിൻ്റെ ഒരു ഭയമുണ്ടെങ്കിൽ നമ്മളെ നയിക്കുവാൻ, നമ്മളെ നടത്തുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളെ നിവർത്തിച്ചു തരുവാൻ, സ്തോത്രം, ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഒരു ജീവഹേതുവായി തീരുവാനിടയായി തീരും. 6-ാമതായി കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, സദൃശവാക്യം 22-ാം അധ്യായം 4-ാം വാക്യത്തിൽ, സ്തോത്രം, യഹോവ ഭക്തിക്ക് പ്രതിഫലമുള്ളതാണ്. സ്തോത്രം. സ്തോത്രം. യഹോവ ഭക്തിക്ക് പ്രതിഫലമുള്ളതാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് നാം എപ്രകാരം സത്യസന്ധതയോടെ നിഷ്കളങ്കതയോടെ പ്രമാണങ്ങൾ അനുസരിച്ച് നിൽക്കുമോ, കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ഇതിന് പ്രതിഫലം ദൈവം നൽകും. സ്തോത്രം. നമ്മളെ മറ്റുള്ള ലോകത്തിലെ മനുഷ്യന്മാർ പ്രതിഫലം നൽകുന്നത് പോലല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മളെ പ്രവർത്തിക്കും, നമ്മുടെ ദൈവത്തിൽ നമ്മൾ എങ്ങനെ നിലനിന്നു, നമ്മൾ ആത്മാക്കളെ എങ്ങനെ നേടി എന്നുള്ളതിലൊക്കെയും നമുക്ക് ജീവിതത്തിലെ പ്രതിഫലം നൽകുവാൻ ദൈവം ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ ഭക്തി ഹല്ലേലൂയ ഒരു യഹോവ ഭക്തനെ വിടുവിക്കുന്നു. 34-ാം സങ്കീർത്തനം 7-ാം വാക്യം. നമുക്കതിനകത്ത് കാര്യമുണ്ട്. അവങ്കിലേക്ക് നോക്കിയ പ്രകാശരായി ഒരു മുഖമൂലം ഒടിച്ചു പോയി, ലയ്യലോ നിർവഹിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ ദൈവം വിടുവിച്ചു എന്നൊക്കെ. അപ്പം യഹോവ ഭക്തി ദൈവത്തിങ്കിലേക്ക്, അത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദ് ദൈവത്തിങ്കിലേക്ക് മുഖം ഉയർത്തി അവങ്കിലേക്ക് നോക്കിയത് പ്രകാശരായി ഒരു മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ദൈവം അതിൽ നിന്ന് സകല കഷ്ടത്തിൽ നിന്ന്, ആ വാക്യത്തിൽ പറയുന്നത് ദൈവം അവനെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞിരിക്കുന്ന എല്ലാ പ്രതികൂലത്തിൽ നിന്നും, കഷ്ടത, രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, നിരാശയാകട്ടെ, വേദനയാകട്ടെ, കുഞ്ഞു തലമുറയുടെ വിഷയമാകട്ടെ, ഭൗതിക വിഷയമാവട്ടെ, നമ്മുടെ ജീവിത യാത്രയിൽ നേരിടുന്ന ഏത് പ്രതിസന്ധിയിൽ നിന്നും ദൈവം നമ്മളെ വിടുവിപ്പാൻ ശക്തനാണ്. അതല്ല, ശത്രുവിൻ്റെ ഒരു ആക്രമണമായാലും കർത്താവിൻ്റെ വചനം നമ്മളെ ഉള്ളിൽ നമ്മൾ ദൈവഭക്തിയോടെ ആയിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിച്ച് ഇരുന്നാൽ, അവൻ തന്നെ നമ്മൾ ആശ്രയം വെച്ചാൽ ദൈവം നമ്മളെ ആ കഷ്ടതയിൽ നിന്നും ആ പ്രതികൂലത്തിൽ നമ്മളെ വിടുവിക്കുന്നു. സ്തോത്രം.
ഹല്ലേലൂയ. 8-ാമതായി ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവഭക്തി സകലത്തിനും പ്രയോജനകരമാണ്. 1 തീമോഥെയോസ് 4:8 പറയുന്നത്. സ്തോത്രം. യഹോവഭക്തി സകലത്തിനും പ്രയോജനകരമാകുന്നു. യഹോവ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ആ വചനം ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും വചനത്തിൻ്റെ റെഫറൻസുകൾ പറഞ്ഞു വിടുന്നുണ്ട്, വായിക്കുവാൻ സമയമില്ല. 1 തീമോഥെയോസിൻ്റെ 4:8 പ്രകാരം പറയുന്നു, ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, യഹോവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വൈദഗ്ധ്യമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തീമോഥെയോസ് പറയുന്ന പ്രകാരമാണ്. സ്വതം യഹോവഭക്തി സകലത്തെ ഇപ്പോഴുള്ളതിന് വേണ്ടിയല്ല, മുമ്പോട്ടുള്ള സകല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തിക്കും ജീവഹേതുവാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ശരീരാഭ്യാസത്തിന് നമ്മളിപ്പോൾ എന്തെങ്കിലും വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരാഭ്യാസം രക്ഷപ്പെടുന്നത് കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ വചനം യഹോവഭക്തി ഉള്ളത് നമ്മൾ ജീവനെ രക്ഷിക്കുവാൻ, ജീവനെ നേരിടുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ അതിൻ്റേതായ മലയാളം കറക്റ്റിൻ്റെ വായി കിട്ടുന്നില്ല, ശരിക്കുള്ള പ്രതികൂലങ്ങളെ നമ്മൾ ജീവനെ നേരിടുന്ന പ്രതികൂലങ്ങളെ നേരിടുവാൻ ആ യഹോവഭക്തി ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെ സഹായിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മളിന്ന് കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ വെളിപ്പെടുത്തുവാനിടയായിത്തീരും. അതിനെ നമുക്ക് നേരിടുക. കാരണം ഹൃദയദൃഷ്ടി, നമ്മുടെ പുറമേയുള്ള കണ്ണടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി ദൈവം നമ്മളത് വെളിപ്പെടുത്തി കാണിക്കുവാനിടയായിത്തീരും. ആ ദൈവിക ജ്ഞാനത്തിൽ നമുക്ക് അവയെ മാറുവാൻ അല്ലെങ്കിൽ മറികടക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതിനാലാണ് പറയുന്നത്, മറ്റേതിനേക്കാളും നമ്മുടെ ജീവനും നമ്മുടെ ഹല്ലേലൂയ മുമ്പോട്ടുള്ള ജീവിത പ്രവർത്തനത്തിനും ഹല്ലേലൂയ ഈ യഹോവഭക്തി അത്യാവശ്യമാണ്. സ്തോത്രം. ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. യഹോവഭക്തി പ്രപഞ്ചമോഹങ്ങളെ ജയിക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഹല്ലേലൂയ. സ്തോത്രം. തീമോഥെയോസിൻ്റെ പുസ്തകത്തിലെ പ്രകാരം 2 തീമോഥെയോസ് 2:13 ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. 10-ാമതായി ഭക്തികെട്ടവരെ ദൈവം നശിപ്പിക്കുന്നു. സ്തോത്രം. യഹോവഭക്തി ഇല്ലാത്തവരെ ദൈവം നശിപ്പിക്കുന്നു. 2 പത്രോസ് 3:7 കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഭക്തികെട്ടവർക്ക് ന്യായവിധിയുണ്ട്. യൂദ 14:15. ഭക്തി കേട്ട് ജീവിക്കാൻ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ അനുസരിക്കാതെ തോന്നിയതുപോലെ സ്വന്തം യുക്തിക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായവിധിയുണ്ട്. ദൈവവചനപ്രകാരം യഹോവഭക്തി ജീവിക്കുവാൻ വേണ്ടി നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ആകിയാൽ യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന സകലവിധ ദോഷപ്രവൃത്തിയിൽ നിന്നും ദൈവത്തിൻ്റെ വചനം നമ്മളെ വിടുവിക്കുവാൻ ശക്തനാകിയ ഈ നാളുകളിൽ യഹോവഭക്തിയോട് ജീവിപ്പാൻ ദൈവം നമ്മൾ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയാചരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് വിവിധ വചന ധ്യാനങ്ങളിൽ കൂടി കർത്താവ് ദൈവം ഞങ്ങളെ അറിയിച്ച കൃപയ്ക്കായി സ്തോത്രം. യഹോവഭക്തിയിൽ ജീവിപ്പാൻ, ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളോടും ഒക്കെ വർജനം കാണിച്ച് ജീവിപ്പാൻ ആ തീമോഥെയോസ് ലേഖനത്തിൽ പറയുന്നത് പോലെ കർത്താവേ, പ്രപഞ്ചമോഹങ്ങളെ വെടിഞ്ഞ് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ ഇഷ്ടമനുസരിച്ച് ദൈവഹിത പ്രകാരം യഹോവഭക്തിയോടെ ജീവിപ്പാൻ സ്വർഗമേ ഓരോ ദിവസവും ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദോഷത്തെ വെറുത്ത് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറണമേ. ദൃഢധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങൾ സഹായിക്കുമാറാകണമേ. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവേ ജീവഹേതുവായി തന്നെ കർത്താവേ ദൈവത്തിൻ്റെ വചനമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. യഹോവഭക്തിയോട് ജീവിപ്പാൻ ഞങ്ങൾ തലമുറകളെ ഒരുക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ ഒരുക്കണമേ. ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും യഹോവഭക്തി ജീവിപ്പാൻ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.